ആരതിയെ കണ്ട് സംസാരിച്ച് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അജിത്തിന് അവൻ്റെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ മാനസികമായി ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത ജോലികൾ നിർവഹിച്ച ശേഷം അല്പം നേരത്തെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് അജിത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിൽ എത്തിയ പാടെ മുറിയടച്ചിരുന്ന് അവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അജിത്ത് കയറി വന്നപ്പോൾ അമ്മ അവൻ്റെ മുഖം ശ്രദ്ധിച്ചിരുന്നു. എന്തൊക്കെയോ വിഷമം ഉള്ളതുപോലെ. അത് അവനോട് തന്നെ ചോദിച്ചറിയാൻ വേണ്ടി ഒരു കപ്പ് ചായയുമായി അമ്മ അവൻ്റെ റൂമിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടി. മോനെ, വാതിൽ തുറക്ക്, അമ്മയാ. അജിത്ത് വന്ന് വാതിൽ തുറന്നു. ദാ മോനെ ചായ. അമ്മ ചായക്കപ്പ് അവന് നേരെ നീട്ടി. അവിടെ വെച്ചേക്ക്. അജിത്ത് വീണ്ടും അവൻ്റെ ചിന്തകളിൽ മുഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്താ മോനെ, നിന്റെ മുഖത്തൊരു വിഷമം? എന്താണെങ്കിലും അമ്മയോട് പറ, നിന്റെ മനസ്സിലെ ഭാരം കുറച്ച് കുറയും, അമ്മ പറഞ്ഞു. അത് അമ്മേ, ഞാൻ ഇന്ന് ആരതിയെ കണ്ടു, അജിത്ത് പറഞ്ഞു. എൻ്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നീ ആ കുട്ടിയെ കണ്ടോ? എവിടെയുണ്ട്? സുഖമായിരിക്കുന്നോ? ഒറ്റയ്ക്കാണോ മോനെ അവൾ ഇപ്പോഴും? അമ്മ ആകാംക്ഷയോടെ ഒരു കൂട്ടം ചോദ്യങ്ങൾ അജിത്തിനോട് ചോദിച്ചു. അവൾ ഒറ്റയ്ക്കാണമ്മേ, ഈ നാട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ ഈശ്വര, ദൈവം എന്നെ കൈവിട്ടില്ല. എൻ്റെ പ്രാർത്ഥന ഫലം കണ്ടു. ആ കുട്ടി വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് എത്രമാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ മോൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. അവൾക്ക് സമ്മതമാണെങ്കിൽ നീ ഉടനെ ആരതിയെ കൂട്ടിക്കൊണ്ട് വാ മോനെ, നമുക്ക് കല്യാണം നടത്താം. അച്ഛനെപ്പറ്റി ചിന്തിച്ച് ഇനി അത് വൈകിക്കേണ്ട, അമ്മ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മേ, ഇനി അത് അത്ര എളുപ്പമല്ല. ഞാൻ ആരതിയെ കണ്ട സ്ഥലവും സാഹചര്യവും വളരെ മോശമാണ്. നീ എന്തൊക്കെയാ പറയുന്ന അജിത്തെ? തെളിച്ച് പറ, നീ എവിടെ വെച്ചാ അവളെ കണ്ടത്? അമ്മേ, ആരതി ഇപ്പോൾ ജയിലിലാണുള്ളത്. അജിത്ത് വിവരങ്ങളെല്ലാം അമ്മയോട് വിശദമായി തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അമ്മ അജിത്തിന് അരികിലേക്ക് നടന്നു വന്ന് തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു. മോനെ, എന്ത് വില കൊടുത്തും നീ അവളെ രക്ഷിക്കണം. ഒരു കണക്കിന് ആ കുട്ടിക്ക് ഈ അവസ്ഥ വരാൻ നമ്മളും ഒരു കാരണമാണ്. അന്ന് നിന്റെ അച്ഛൻ ആ കുട്ടിയെ ആട്ടിയിറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ നിന്റെ കൂടെ നിന്റെ ഭാര്യയായിട്ട് കഴിയേണ്ട കുട്ടിയാണ് ഇപ്പോൾ ജയിലിൽ കിടന്ന് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നത്. അവളെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാൽ വേറെ ആര് സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയായി, എൻ്റെ മരുമകളായി അവളെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. അമ്മ അത് പറഞ്ഞു കഴിഞ്ഞതും സങ്കടവും സന്തോഷവും കൊണ്ട് അജിത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നീടങ്ങോട്ട് ഒരു ആവേശമായിരുന്നു അവന്. ദിവസങ്ങളോളം ഊണും ഉറക്കവുമില്ലാതെ അജിത്ത് ആരതിയുടെ കേസിന് വേണ്ടി അലഞ്ഞു. കൊലപാതകം നടന്ന വീട്ടിലും ചുറ്റുപാടിലും രഹസ്യമായി അന്വേഷിച്ചു. ആരതിയുടെ കേസ് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അജിത്ത് രഹസ്യമായി നിരീക്ഷിച്ചു. അയാൾ സന്ദീപിൻ്റെ കൂട്ടാളിയാണെന്ന് അജിത്തിന് മനസ്സിലായി. അന്വേഷണ സമയത്ത് മനഃപൂർവ്വം തേച്ചുമായ്ച്ചു കളഞ്ഞ കുറച്ച് തെളിവുകളും CCTV ദൃശ്യങ്ങളും കണ്ടെത്തിയ ശേഷം അത് ഉപയോഗിച്ച് ആരതിയുടെ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള അപേക്ഷ അജിത്ത് കോടതിയിൽ നൽകി. കോടതി അത് പരിഗണിക്കുകയും വിശദമായി പരിശോധിക്കുകയും ചെയ്ത ശേഷം കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ഇത് സന്ദീപിനൊരു വലിയ തിരിച്ചടിയായിരുന്നു. എല്ലാം അവസാനിച്ചു, ഒരു തെളിവും ബാക്കി വയ്ക്കാതെ ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോയി എന്ന് കരുതിയിടത്ത് നിന്ന് വീണ്ടും ഒരു വെല്ലുവിളി പോലെ ഈ കേസ് പൊങ്ങി വന്ന് നാളെ തനിക്ക് നേരെ തിരിയുമെന്നറിയാവുന്നതുകൊണ്ട് സന്ദീപ് കേസന്വേഷണം തടയാൻ അവൻ്റെ അച്ഛൻ്റെ പിടിപാടുകൾ ഉപയോഗിച്ച് ഒരുപാട് ശ്രമിച്ചു. മുകളിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായിട്ടും ആരെയും കൂസാതെ അജിത്ത് ആരതിയുടെ കേസ് രഹസ്യമായും പരസ്യമായും അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ചു. അജിത്താണ് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ കാരണക്കാരനെന്ന് അറിഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും അജിത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു സന്ദീപും കൂട്ടാളികളും. എന്നാലും ഒരു തെളിവുകളും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന ധൈര്യത്തിലും ഒരിക്കലും ഈ കേസ് കൈവിട്ടു പോകില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലുമായിരുന്നു സന്ദീപ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ മെനക്കെട്ടില്ല. അങ്ങനെ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരതി നിരപരാധിയാണെന്നും അവൾക്ക് ജാമ്യം നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അജിത്ത് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. അത് കോടതി പരിഗണിച്ചു.
ആ കേസിൻ്റെ ഹിയറിംഗ് ദിവസമാണിന്ന്. കോടതി കേസ് വിളിച്ചു. ആരതിയെ കോടതിയിൽ എത്തിച്ചിരുന്നു. ജാമ്യ ഹർജിയിൽ തെളിവുകൾ നിരത്തിയപ്പോൾ കൊലപാതകത്തിൽ പങ്കുള്ളതായി സംശയം ഉന്നയിച്ച കൂട്ടത്തിൽ സന്ദീപിൻ്റെ പേരുണ്ടായതുകൊണ്ട് അവനും കോടതിയിൽ ഹാജരാകേണ്ടി വന്നു. വിചാരണ നടന്നുകൊണ്ടിരിക്കെ ആരതി ഈ കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് തെളിവ് നികത്തി. MLAയുടെ റെസ്റ്റോറൻറ്റിൽ ആരതി ജോലിക്ക് കയറിയതും സന്ദീപുമായി പരിചയപ്പെട്ടതും അവർ തമ്മിൽ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തതും അതിനുവേണ്ടി ആശ എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അജിത്ത് തെളിവുകൾ ശേഖരിച്ചിരുന്നു. ആശയുടെ കയ്യിൽ നിന്ന് ആരതി വാങ്ങിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന പണം ആരതി നേരിട്ട് ഒരിടത്തും ചിലവഴിച്ചിട്ടില്ല. ആ പണം അവളുടെ കൈവശവുമില്ല. അത് ഏൽപ്പിച്ചതും കൈവശം വെച്ച് ഉപയോഗിച്ചതും സന്ദീപാണെന്നും കൂടാതെ ആശയും സന്ദീപും തമ്മിൽ രഹസ്യബന്ധവും വേറെയും പണമിടപാടുകളും ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന ഫോൺ സംഭാഷണവും വോയിസ് റെക്കോർഡറും ഒക്കെ തെളിവുകളുടെ കൂട്ടത്തിൽ അജിത്ത് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എല്ലാം പരിശോധിച്ച ശേഷം നേരത്തെ ഈ കേസന്വേഷണം തൃപ്തികരമായിട്ടല്ല പോലീസ് അന്വേഷിച്ചതെന്നും ആരുടെയൊക്കെയോ പിടിപാടുകൾ മൂലം ഈ കേസ് വഴിതിരിഞ്ഞു പോയിട്ടുണ്ട് എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഈ കൊലപാതകങ്ങൾ ആരതിയാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ കണ്ടെത്തിയ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ആരതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കൂടാതെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സന്ദീപിനെതിരെ അന്വേഷണം നടത്താനും കോടതി ആവശ്യപ്പെട്ടു. ജാമ്യം ലഭിച്ച് കോടതി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടന്ന ആരതിയുടെ മനസ്സിന് ഈ നടന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. സ്വപ്നമാണോ ഈ കാണുന്നതെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. കോടതി വരാന്തയിലൂടെ പോലീസ് അകമ്പടിയില്ലാതെ സ്വതന്ത്രമായി നടക്കവേ ഒരു 10 അടി അകലത്തിൽ അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അജിത്തിനെ അവൾ കണ്ടു. ജീവിതം അവസാനിച്ച് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് കൈപിടിച്ചുയർത്തിയ അവനോട് എങ്ങനെ നന്ദി പറയണം, അവളുടെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ ആരതി അല്പനേരം അവനെ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നു. ഉള്ളിലെ വിഷമവും സന്തോഷവും പ്രകടിപ്പിക്കാൻ കഴിയാതെ അവൾ ഉള്ളിലൊതുക്കി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി അജിത്ത് അവൻ്റെ 2 കൈകൾ ഉയർത്തി അവളെ അരികിലേക്ക് വിളിച്ചു. അടുത്ത നിമിഷം നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വരുത്തി ആരതി അജിത്തിനരികിലേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. കുറച്ചധികം നേരം അവൾ അങ്ങനെ നിന്ന് അവളുടെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർത്തു. അവളെ ചേർത്ത് നിർത്തി അവൻ ആശ്വസിപ്പിച്ചു. ഈ സമയം കോടതിക്ക് പുറത്തേക്കിറങ്ങി വന്ന സന്ദീപ് ഈ കാഴ്ച കണ്ട് അവർക്ക് അരികിലേക്ക് വന്നു നിന്നു. ആഹാ, അപ്പോൾ ഇങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ് എന്ന് ചോദിച്ച് സന്ദീപ് പരിഹസിച്ച് ചിരിച്ചു. ആരതി അജിത്തിന്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി സന്ദീപിനെ നോക്കിയ ശേഷം ഒരു ഭയത്തോടെ അജിത്തിന്റെ പുറകിലേക്ക് മറഞ്ഞു നിന്നു. നീ എന്തിനാ ആരതി പേടിക്കുന്നേ? നിന്നെ രക്ഷിക്കാൻ മുന്തിയ ആൾക്കാരൊക്കെ കൂടെയുള്ളപ്പോൾ നീ ധൈര്യമായി നിൽക്കണ്ടേ? സന്ദീപ് ആരതിയോട് ചോദിച്ചു. സന്ദീപ്, ഇത് കോടതിയാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഒരു സീൻ ഉണ്ടാക്കണ്ട. നീ പോകാൻ നോക്ക്, അജിത്ത് ഗൗരവത്തോടെ പറഞ്ഞു. നീ ആരാടാ എൻ്റെ വാ അടപ്പിക്കാൻ? നീ ജയിച്ചു എന്ന് കരുതണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഇവൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തുവിട്ട കോടതി തന്നെ നാളെ ഇവൾക്ക് ശിക്ഷ വിധിച്ച് ജയിലിലാക്കും. അതിനുള്ള വഴി എനിക്കറിയാം, സന്ദീപ് വെല്ലുവിളിച്ചു. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല സന്ദീപെ. ആരതിയല്ല, നീ ആയിരിക്കും ജയിലിൽ പോകുന്നത്. യഥാർത്ഥ കുറ്റവാളിയെ കോടതിക്ക് മുന്നിൽ നിർത്തി ഈ കേസ് ഞാൻ തെളിയിക്കും, അജിത്ത് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതിന് ഈ തൊപ്പി നിന്റെ തലയിൽ ഉണ്ടായിട്ട് വേണ്ടേ നിനക്ക് ഈ കേസ് തെളിയിക്കാൻ? നിനക്കറിയാമോ, നിന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള പിടിപാട് എനിക്കുണ്ട്. വേണമെങ്കിൽ നിന്നെയും ഇവളെയും ഇല്ലാതാക്കിയിട്ട് ഒന്നും ചെയ്യാത്തവനെ പോലെ കൂളായിട്ട് ഇനിയും ഇങ്ങനെ നടക്കാൻ എനിക്ക് പറ്റും. നിനക്ക് കാണണോ? അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ എല്ലാം അവസാനിപ്പിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. ഹോ, ഭീഷണി! നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നീ ചെയ്യ്. എനിക്ക് പറ്റുന്നത് ഞാനും ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി, ആരോരുമില്ലാത്തവളാണെന്ന് കരുതി നീ ഇവളെ ഒരുപാട് ദ്രോഹിച്ചു. ഇനിയും അതാവാമെന്ന് നീ കരുതരുത്. അന്ന് അവൾക്ക് കൂടെ ഞാനില്ല, പക്ഷേ ഇന്നതല്ല അവസ്ഥ. അവൾക്ക് ഞാനുണ്ട്. എൻ്റെ പെണ്ണാണ് ആരതി. അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. അവൾ ആരുടെയും മുന്നിൽ ഒന്നിൻ്റെ പേരിലും തലകുനിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പോൾ അവളുടെ മേലുള്ള കൊലപാതകി എന്ന പേരും ഞാൻ എടുത്തു മാറ്റും. നീയാണ് ആ കൊലപാതകി എന്ന് ഞാൻ തെളിയിക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. പറ്റുമെങ്കിൽ നീ തടയ് എന്ന് വെല്ലുവിളിച്ച് ആരതിയുടെ കൈയും പിടിച്ച് അജിത്ത് ആ കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങി നടന്നു.